Hi, dear students. Good evening. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? Yes, miss. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോട്ട്സ് കണ്ടോ? നിങ്ങളൊരു റിവിഷൻ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് തന്നിട്ടുള്ള നോട്ട്സിന്റെ ഒരു ആഹ്, എന്താ പറയാ, ഒരു ഷോർട്ട് വേർഷൻ മാത്രമാണ് കേട്ടോ ഈ പ്രൊവൈഡ് ചെയ്യുന്ന റിവിഷൻ നോട്ട്സ്. അപ്പോൾ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇ.എം. ഫോസ്റ്ററിന്റെ ഓൺ ടോളറൻസ്, അതുപോലെ വുതറിംഗ് ഹൈറ്റ്സ്, ആനിമൽ ഫാം, അങ്ങനത്തെ കുറച്ച് വർക്ക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എസ്സേക്കകത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് എസ്സേ എന്ന് പറയുന്നത് ഓൺ ടോളറൻസ് എന്ന് പറയുന്ന എസ്സേ ആണ് ഇ.എം. ഫോസ്റ്ററിന്റെ. അപ്പോൾ ഈ ഒരു എസ്സേക്കകത്ത് ഓൺ ടോളറൻസ് എന്ന് പറയുന്ന ഈ ഒരു എസ്സേക്കകത്ത് ആക്ച്വലി ഇത് എഴുതിയത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ്. അദ്ദേഹം ഈ സ്ട്രെസ് ചെയ്യുന്നത് ടോളറൻസ് എന്ന് പറയുന്ന കാര്യത്തിന് എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്, അല്ലെങ്കിൽ അതിനെല്ലാം ഒരുപാട് മുകളിലാണ് ടോളറൻസ് എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്ട്. നമ്മൾക്ക് വേൾഡ് വാർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകത്തിലാകെ മൊത്തം തടസ്സങ്ങളും തകരാറുകളും ഒക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ നമുക്കത് വീണ്ടും ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാൻ, വീണ്ടും ഒരു സക്സസിലേക്ക് എത്താൻ നമുക്ക് ഏറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് ടോളറൻസ് ആണ്, റാദർ ദാൻ ലവ്. ലവ് എന്ന് പറയുന്ന ഒരു പവർഫുൾ, അഡ്മയറബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു പ്രൈവറ്റ് ലൈഫിൽ മാത്രമാണ് അത് നിലനിൽക്കത്തുള്ളൂ. കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കലി പബ്ലിക് ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അവിടെ പേഴ്സണലി നമുക്ക് പരസ്പരം ആൾക്കാരെ അറിയില്ല. നമുക്ക് അവിടെ ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്നത് മാതിരി സ്നേഹത്തോടെ പെരുമാറി നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ടോളറൻസ് ആണ്. അപ്പൊ അതാണ് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഓൺ ടോളറൻസ് എന്ന് പറയുന്നത് ഇ.എം. ഫോസ്റ്ററിന്റെ ആണ്. ഇതിന്റെ ഒരു പോസ്റ്റ് വാർ കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് ആണ്. നമുക്ക് നീഡ് ഫോർ റീബിൽഡിംഗ്, നമുക്ക് റീബിൽഡിംഗ് ആവശ്യമായിട്ട് വന്നു. അവിടെ ഒരു മെന്റൽ സ്റ്റേറ്റ്, അതിനൊപ്പം നമുക്ക് വേണ്ടത് ടോളറൻസ് ആണ് നമുക്ക് വേണ്ടത്. കീ ആർഗ്യുമെന്റ്, ഈ ഒരു എസ്സേയിലെ കീ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, ടോളറൻസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്, ഒരു ഡെമോക്രാറ്റിക് വാല്യൂ ആണ്, പ്രിഫറബിൾ ടു ബി ഹേറ്റ്രഡ്. അതേപോലെ ലവ് വേഴ്സസ് ടോളറൻസ് നോക്കുവാണെങ്കിൽ ലവ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, ദാറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ഇൻ പബ്ലിക്. ടോളറൻസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു കോ എക്സിസ്റ്റൻസിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ടോളറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞു പോകുന്നത്? Yes, ma'am. ഇതിനകത്തൊരു ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത് ടോളറൻസ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു പ്രാക്ടിക്കൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ, ഒരു പീസ്ഫുൾ സൊസൈറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ടോളറൻസ് ആണ്. ക്ലിയർ ആയോ? Clear, ma'am. ഒരു 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 സെക്കൻഡ്.
ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത എസ്സേ വരുന്നത് ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ ബൈ ബെർട്ടിനാഡ് റെസൽ ആണ്. ഈ ഒരു എസ്സേയില് ആക്ച്വലി ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ഓക്കെ, ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് അൺപോപ്പുലർ എസ്സേസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നിട്ടാണ് ഈ ഒരു എസ്സേ എടുത്തിട്ടുള്ളത്. ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ദി ട്രൂ റോൾ ഓഫ് എ ടീച്ചർ ആണ് ഈ ഒരു എസ്സേക്കകത്ത് ഇതാക്കുന്നത്. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു മെസ്സേജ് വന്നതിന് റിപ്ലൈ കൊടുക്കാൻ പോയതുകൊണ്ടാട്ടോ ചെറിയൊരു ലാഗ് വന്നത്. ഓക്കെ, ഈ ഒരു എസ്സേക്കകത്ത് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ റോൾ ഓഫ് എ ടീച്ചറാണ് ഇൻ എ സൊസൈറ്റി. അതുപോലെ അദ്ദേഹം നമ്മുടെ മോഡേൺ സിസ്റ്റത്തിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മോഡേൺ ഈ പറയുന്ന സിസ്റ്റംസ് എല്ലാം ടീച്ചേഴ്സിനെ മിയർ ടൂൾസ് ഓഫ് പ്രൊപ്പഗാൻഡ, ടീച്ചേഴ്സിനെ വെറും ഉപകരണങ്ങൾ മാത്രമാക്കി എങ്ങനെ മാറ്റി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറിന്റെ റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ മൈൻഡിനെ ലിബറേറ്റ് ചെയ്യുക. അവരെ ഒരിക്കലും സൊസൈറ്റിയിൽ വരുന്ന ഡോഗ്മാസ്, പൊളിറ്റിക്കലി വരുന്ന ഐഡിയോളജീസ്, അതിലൊക്കെ അവരുടെ മൈൻഡിനെ തളച്ചിടാതെ കുട്ടികളുടെ തോട്ട്സിനൊക്കെ നന്നായി ലിബറേറ്റ് ചെയ്യണം എന്ന പെർസ്പെക്റ്റീവിലാണ് ടീച്ചേഴ്സ് വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറേ കാര്യങ്ങൾ കാരണം ടീച്ചേഴ്സിന്റെ ഈ റോള് ഒരുപാട് ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ടീച്ചറെ അദ്ദേഹം കാണുന്നത് ഒരു സിവിലൈസേഷന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആയിട്ടാണ്. ഒരു സിവിലൈസേഷന്റെ ഏറ്റവും നല്ല മോറൽ വാല്യൂസും ഏറ്റവും നല്ല കൾച്ചറും അത് എല്ലാം നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്, നല്ല രീതിക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നത് ടീച്ചേഴ്സിന് മാത്രമാണ്. ടെക്നോളജിക്കലി സിവിലൈസേഷൻ നമുക്ക് സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ടെക്നോളജി അപ്ഡേറ്റഡ് ആയെന്ന് വിചാരിച്ച് നമുക്ക് നല്ലൊരു സിവിലൈസേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു മൈൻഡ് സെറ്റ്, നല്ല ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന, ഡൈവേർഷൻ തിങ്കിങ്സ് ഉള്ള, ഇമോഷണൽ മെച്ചൂരിറ്റി ഉള്ള, എംപതി ഉള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു സിവിലൈസേഷൻ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ പറയുന്ന സിവിലൈസേഷന്റെ ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് ആണ് ടീച്ചേഴ്സ് എന്ന് പറയും. ദെൻ ലോസ് ഓഫ് ഫ്രീഡം. ടീച്ചേഴ്സിന് ഇന്ന് ഏറ്റവും അധികം ലാക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലക്ച്വൽ ഫ്രീഡം ആണ്. അതായത് നമ്മൾ ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ പഠിപ്പിക്കാനായിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇൻ എ വേ ഓർ അനദർ വേ അവര് വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ലിമിറ്റിനകത്ത് നിന്ന് അവർക്ക് പെർഫോം ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇൻഡിപെൻഡന്റ് തോട്ടിലേക്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സിസ്റ്റത്തിലേക്ക് എത്താനായിട്ട് ടീച്ചേഴ്സിന് സാധിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിക്കൊന്നും പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ പ്രൊമോഷൻ ഓഫ് ഡോഗ്മാറ്റിസം. മോഡേൺ ടീച്ചിങ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റിലാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങളല്ല, മുൻധാരണകളും കുറച്ച് പ്രൊപ്പഗാൻഡാസ് മാത്രമാണ്. അതുകൊണ്ട് ടീച്ചേഴ്സിന് ഈ പറയുന്ന കാര്യത്തിന്റെ ലിമിറ്റ് ഒരു റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള രീതിക്ക് എത്താനായിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ടീച്ചേഴ്സിന്റെ റിയൽ ഡ്യൂട്ടി എന്താണെന്ന് പറയുന്നത്. ടീച്ചേഴ്സിന്റെ റിയൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളുടെ ഉള്ളിൽ ഒരു ഇൻക്വയറി സ്പിരിറ്റ് ഉണ്ടാക്കുക, കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കുക, ടോളറൻസ് ഉണ്ടാക്കുക, ഒരു ഓപ്പൺ മൈൻഡ്നെസ്, എല്ലാ കാര്യത്തിനും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പറിനെ ഡെവലപ്പ് ചെയ്യുക, ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ടീച്ചേഴ്സിന്റെ റിയൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ഇന്ന് ഓവർ വർക്ക്ഡ് ആൻഡ് പവർലെസ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ടീച്ചറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? നമ്മളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ വി ഹാവ് ടു ടീച്ച് ദ സ്റ്റുഡൻസ്, വി ഹാവ് ടു കറക്റ്റ് ദ എക്സാം പേപ്പേഴ്സ്, വി ഹാവ് ടു ബിൽഡ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ക്ലാസ് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ്, അസൈൻമെന്റ്, സെമിനാർസ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിലേക്ക് ടീച്ചേഴ്സിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. ടീച്ചേഴ്സിന്റെ ഇന്ന് അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ടൈം ഫോർ എ ചേഞ്ച് ആണ്. എഡ്യൂക്കേഷൻ മസ്റ്റ് ടീച്ച് ടോളറൻസ് ആൻഡ് ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ നാഷണലിസ്റ്റിക് ഡിവിസീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരുപാട് രീതിക്കുള്ള ഐഡിയോളജീസും ഒക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ ടീച്ചേഴ്സിന് ഒരു ഓട്ടോണോമി കൊടുക്കണം. ടീച്ചേഴ്സിന് സ്വയം പര്യാപ്തത, അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ഇന്റലക്ച്വൽ ഫ്രീഡം നമുക്ക് കൊടുക്കണം. ഇത്രയുമാണ് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. അതും നിങ്ങൾക്ക് ആ ഗ്രാഫിക്കൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ക്ലിയർ?
Yes, ma'am. നിങ്ങൾക്ക് ഈ നോട്ട്സ് യൂസ്ഫുൾ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മള് Okay, thank you. നമുക്ക് തന്നിട്ടുള്ള ആ വലിയ നോട്ടിൽ നിന്നും നോട്ട്സ് കുഞ്ഞാക്കിയേക്കുവാണ്. അടുത്ത എസ്സേ ആണ് ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു എസ്സേ. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. ഞാൻ ഇതൊന്ന് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് then after that I will ask you some questions regarding this topics. ഈ ഇതിനകത്ത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിന് ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുന്ന, തടസ്സമായിട്ട് നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. ഇഗ്നോറൻസ്, ഡിസീസ് ആൻഡ് പോവർട്ടി. ഇഗ്നോറൻസ് എന്താണ്? ഇഗ്നോറൻസ് എന്താണ്? ഇഗ്നോറൻസ്? ഹലോ, പോയോ? അജ്ഞത അല്ല, എന്താണ്? അറിവില്ലായ്മ അല്ല, ഇഗ്നോറൻസ് ഇല്ലായ്മ. അറിവില്ലായ്മ. അജ്ഞത നമ്മൾ പറയും. അജ്ഞത, അതുപോലെ ഡിസീസസ്, പോവർട്ടി. ഇതാണ് ശരിക്കും ഒരു നാഷണൽ ഡെവലപ്മെന്റിന് തടസ്സമായി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോറൻസ് ഇസ് ദ റൂട്ട്. Once removed, the other two can be eradicated. അതായത് നമ്മള് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞ ഈ അജ്ഞത ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് മറ്റ് രണ്ടും ഓട്ടോമാറ്റിക്കലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അജ്ഞത ഒഴിവാക്കി നല്ല രീതിക്കുള്ള വിദ്യാഭ്യാസവും അറിവും സമ്പതാക്കുവാണെങ്കിൽ നമുക്ക് ഡിസീസസിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറയില്ലേ, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. ഭയപ്പെടുന്നത് എന്താണ്? നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവില്ലാണ്ട് വരുമ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഭയക്കും. അതേസമയം കൃത്യമായ അറിവ് കിട്ടി ജാഗ്രതയായി നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മഹാമാരികളെയും മഹാവിപത്തുകളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് വേണ്ടത് ടു ഇറാഡിക്കേറ്റ് ഇഗ്നോറൻസ്. ഓഫ് കോഴ്സ് നല്ല രീതിക്കുള്ള വിദ്യാഭ്യാസം കിട്ടിയാൽ നമുക്ക് നല്ല രീതിക്കുള്ള ജോലി സമ്പാദിക്കാൻ പറ്റും, നല്ല രീതിക്കുള്ള വരുമാനവും കൊണ്ടുവരാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഇറാഡിക്കേറ്റ് പോവർട്ടി. ദാരിദ്ര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ് പറയുന്നുണ്ട്. സയൻസ് ഇസ് ഈക്വൽ ടു നോളജ് പ്ലസ് പവർ. നല്ല രീതിക്ക് സയന്റിഫിക് നോളജ് ഉണ്ട്, സയന്റിഫിക് കപ്പാസിറ്റി, സയന്റിഫിക് എബിലിറ്റി ഉണ്ടെങ്കിൽ അതൊരു പവർ തന്നെയാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഇന്റലക്ച്വലി ക്യൂരിയസ് ആവാൻ പറ്റും, നല്ല ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും, കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസിപ്ലിൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു തുറന്ന മനസ്സിലൂടെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് നമുക്ക് വേണം. ഈ പറയുന്ന സയന്റിഫിക് പവറും സയന്റിഫിക് നോളജും മാത്രം പോരാ, ഹ്യൂമാനിറ്റീസും നമുക്ക് വേണം. മാനുഷിക മൂല്യങ്ങളും നമുക്ക് വേണം. അതുപോലെ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, സയന്റിഫിക്കലി ഒരു രാജ്യം ഡെവലപ്ഡ് ആകുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദറ്റ് കൺട്രി ഓർ എ നേഷൻ ആസ് എ ഡെവലപ്ഡ് നേഷൻ. പക്ഷേ അത് ഒരു പക്ക പെർഫെക്റ്റ് ഡെവലപ്ഡ് നേഷൻ ആക്കി മാറ്റണമെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഇമോഷൻസും ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം, പ്ലാച്ചിമടയിൽ കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി വന്നു. ആ കമ്പനി വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഫിനാൻഷ്യലി ഒരുപാട് മെച്ചവും കാര്യങ്ങളും ഉണ്ടായി. പക്ഷെ അവിടെ മാനുഷികപരമായിട്ടുള്ള മൂല്യങ്ങളെ അവർ കൺസിഡർ ചെയ്തില്ല, അല്ലേ? ആണോ? അപ്പോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ സ്കിൽസിനൊപ്പം തന്നെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസിനെയും കൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. സയൻസ് എന്ന് പറയുന്ന കാര്യം നല്ലതാണ്, ബട്ട് വിതൗട്ട് വാല്യൂസ് ഇറ്റ്സ് ഡേഞ്ചറസ്. സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്, പക്ഷെ അതിനകത്ത് മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാകണം, ഒരു നല്ല വാല്യൂ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് അപകടകാരിയാണ്. ഇതാണ് പർപ്പസ്ഫുള്ളി ഈ എസ്സേക്കകത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം. കിട്ടിയോ നിങ്ങൾക്ക്? Yes, ma'am. ഓക്കെ, അടുത്തത് നമ്മുടെ ഇതിനകത്ത് നമുക്കറിയാം കുറച്ച് എസ്സേസിന്റെയും അതുപോലെ കുറച്ച് നോവൽസിന്റെയും കോമ്പിനേഷൻ ആണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് വുതറിംഗ് ഹൈറ്റ്സ് ബൈ എമിലി ബ്രോണ്ടെ ആണ്. എൽസ് ബെൽ എന്ന് പറയുന്ന തൂലികാ നാമത്തിലാണ്, സ്യൂഡോണിമിലാണ് എമിലി ബ്രോണ്ടെ എഴുതിയിട്ടുള്ളത്. ഇത് പബ്ലിഷ് ആകുന്നത് 1847 ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് യോർക്ക്ഷയർ മോഴ്സ് ആണ്. 19ാം നൂറ്റാണ്ടിന്റെ ബിഗിനിങ്ങിലാണ് ഈ ഒരു നോവൽ എഴുതപ്പെടുന്നത്. ഒരു ഗോതിക് ഫിക്ഷൻ ആണ്, ഒരു ട്രാജിക് റൊമാൻസ് ആണ്, ഒരു റിവെഞ്ച് ഡ്രാമയാണ്. അങ്ങനെ ഒരു ജോണറിൽ ഒരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരു വർക്ക് തന്നെയാണ് വുതറിംഗ് ഹൈറ്റ്സ്. ഇതിനകത്ത് 2 എസ്റ്റേറ്റ്സ് ആ പറയുന്നത്. ഒന്ന് വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന എസ്റ്റേറ്റും 2 ട്രെഷ് ക്രോസ് ഗ്രഞ്ച് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റും പറയുന്നുണ്ട്. മിസ്റ്റർ ഏൺഷോയുടെ ഫാമിലിയാണ് വുതറിംഗ് ഹൈറ്റ്സിലുള്ളത്. ഏൺഷോയുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഹിൻലിയും കാതറിനുമാണ്.
അവരെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഓഫനാണ് ഹെത്ക്ലിഫ്. അതുകൊണ്ട് തന്നെ ഏൺഷോയുടെ മകനായിട്ടുള്ള ഹിൻലിക്ക് ഹെത്ക്ലിഫിനെ ഇഷ്ടമല്ല. കാതറിന് എവിടെയോ ഒരു ഇഷ്ടം ഉണ്ട്. ലവും ജലസിയും സെപ്പറേഷനും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. കാതറിൻ ട്രെഷ് ക്രൂസ് ഗ്രഞ്ചിലുള്ള എഡ്ഗാർ ലിൻഡനെയാണ് മാരി ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഹെത്ക്ലിഫ് അവിടെ നിന്നും ഓടിപ്പോകുന്നു. തിരിച്ചെത്തുന്നത് നല്ല റിച്ച് ആയിട്ടും അതേപോലെ തന്നെ മനസ്സിൽ കുറച്ച് വെഞ്ച്ഫുൾ ആയിട്ടുമാണ് തിരിച്ചെത്തുന്നത്. ഇവിടെ നമുക്കൊരു റിവെഞ്ചിന്റെ സൈക്കിൾ ബിഗിൻ ചെയ്യുന്നത് നോക്കാം എങ്ങനെയാണ്. ഈ ഹെത്ക്ലിഫ് നമ്മുടെ ഏൺഷോയുടെയും ലിൻഡന്റെയും ഫാമിലിയെ ഒരേ രീതിക്ക് റൂയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇസബെല്ല ലിൻഡനെ ഹെത്ക്ലിഫ് വിവാഹം കഴിക്കുന്നു. പക്ഷെ അവളെ നല്ല ക്രൂരമായിട്ടാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഒരാള് ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ക്രൂരമായിട്ടാണ് നമ്മുടെ ഇസബെല്ല ലിൻഡനെ ഹെത്ക്ലിഫ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ലിൻഡനെയും കാതറിന്റെ മകനെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് ഡെത്തും ഒരു തീമായിട്ട് വരുന്നുണ്ട്. കാതറിൻ കാറ്റി എന്ന് പറയുന്ന, ഇപ്പൊ നമ്മുടെ ഹെത്ക്ലിഫ് ലിൻഡൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനെ അങ്ങോട്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കിയില്ലേ, കാതറിന്റെ മക്കളായിട്ടുള്ള കാറ്റി. അവൾക്ക് ജന്മം കൊടുക്കുന്നതോട് കൂടി കാതറിൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. ആക്ച്വലി കാതറിന്റെ ഗോസ്റ്റ് ഒക്കെ ഈ പറയുന്ന ഹെത്ക്ലിഫിനെ ശല്യപ്പെടുത്തി നോക്കിയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാതറിൻ ലാസ്റ്റ് ഹെത്ക്ലിഫ് മരണപ്പെടുന്നുണ്ട്. കാതറിന് അടുത്ത് തന്നെയാണ് ഹെത്ക്ലിഫിനെ അടക്കം ചെയ്യുന്നത്. അങ്ങനെ ഈ യങ് കാറ്റിയും ഹാരിട്ടണും ഈ പറയുന്നത് പോലെ പ്രണയത്തിലാകുകയും അങ്ങനെ ഈ പറയുന്ന റിവെഞ്ചിന്റെയും ഹേറ്റ്രഡിന്റെയും ഒക്കെ ആ ഒരു സൈക്കിള് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് ആണ് ഹെത്ക്ലിഫ് അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഓഫനാണ്. പിന്നെ കാതറിൻ ഏൺഷോ നമ്മുടെ ഏൺഷോയുടെ മകളാണ്. പിന്നെ എഡ്ഗാർ ലിൻഡൻ കാതറിന്റെ ഹസ്ബൻഡ് ആണ്. ഹിൻലി ഏൺഷോ ജലസ് ആയിട്ടുള്ള ബ്രദറാണ്. ഹെത്ക്ലിഫിന്റെ ഏർലി ലൈഫ് റൂയിൻ ചെയ്തത്, ഈ ഓർഫനായിട്ട് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹെത്ക്ലിഫിനെ ഏറ്റവും അധികം ടോർച്ചർ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഹിൻലിയാണ്. ദെൻ ഇസബെല്ല ലിൻഡൻ ഹെത്ക്ലിഫിന്റെ വൈഫാണ്, പക്ഷെ നോട്ട് എ ഹാപ്പി മാരിഡ് ലൈഫ്. ദെൻ കാതറിന്റെ മകളാണ്. പിന്നെ ഹാരിട്ടൺ ഏൺഷോ ഹിൻലിയുടെ മകനാണ്, പക്ഷെ വളർത്തിയത് ഹെത്ക്ലിഫ് ആണ്. പിന്നെ ലിൻഡൻ ഹെത്ക്ലിഫിന്റെയും ഇസബെല്ലയുടെയും മകനാണ്. അപ്പൊ ഓർക്കുക, എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വുതറിംഗ് ഹൈറ്റ്സും ട്രെഷ് ക്രൂസ് ഗ്രഞ്ചുമാണ്. ലവ് എന്ന് പറയുന്നത് കാറ്റിയും ഹെത്ക്ലിഫും തമ്മിലുണ്ട്, കാറ്റിയും എഡ്ഗറും തമ്മിലുണ്ട്, കാറ്റിയും ഹാരിട്ടൺ തമ്മിലാണ് ലാസ്റ്റ് സംഭവിക്കുന്നത്. റിവെഞ്ച് എന്ന് പറയുന്നത് ഹെത്ക്ലിഫ് ഈ രണ്ട് ഫാമിലിനെയും ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഗോസ്റ്റിന്റെ അപ്പിയറൻസ് ഉണ്ട്, കാതറിന്റെ ഗോസ്റ്റിനെ അവർ കാണുന്നുണ്ട്. അതുപോലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹെത്ക്ലിഫ്. മാം ഒരു ഡൗട്ട്, കാതറിന്റെ ഗോസ്റ്റ് കാണുന്നത് എവിടെ വെച്ചിട്ടാ? വുതറി ഹൈറ്റ്സിൽ വെച്ചിട്ടാണോ? വുതറിംഗ് ഹൈറ്റ്സിൽ വെച്ചിട്ടാണ് കറക്റ്റ് നോക്കട്ടെ കേട്ടോടാ. ഹൈറ്റ്സിൽ ലോക്കിട്ട് ഉറങ്ങാൻ കിടന്ന ആ സമയത്ത് വെച്ചിട്ട് അതൊരു ഡൗട്ട് വന്നു. നോക്കാം. ഓക്കെ. അതായത് ഈ വുതറിംഗ് ഹൈറ്റ്സില് ലോക്ക്വുഡ് കാതറിന്റെ ഗോസ്റ്റിനെ കാണുന്നത് ചാപ്റ്റർ 3യുടെ ഭാഗമായിട്ടാണ്. അത് കാണുന്നത് അദ്ദേഹം ഒരു നൈറ്റ് മെയർ ആയിട്ട് യങ് കാതറിൻ വിൻഡോയിലൂടെ ഈ പറയുന്ന രീതിക്ക് എൻറ്റർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് വുതറിംഗ് ഹൈറ്റ്സിൽ വെച്ചിട്ടുമാണ്. ലോക്ക്വുഡിന്റെ സ്വപ്നത്തിലാണ് ഇത് സംഭവിക്കുന്നത്. വുതറിംഗ് ഹൈറ്റ്സിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന സ്റ്റോറിയുടെ ഒരു സമ്മറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സമ്മറി നോക്കുമ്പോൾ കുറച്ച് ഈ ഒരു ഇങ്ങനെ കിട്ടിയ നിങ്ങൾക്ക് സമ്മറി കുറച്ചും കൂടെ വേഗം മനസ്സിലാവില്ലേ, നിങ്ങൾക്ക് ആദ്യം അറിയാവുന്ന കാരണം.
ആ അത് മനസ്സിലായി. പക്ഷെ കൺഫ്യൂഷൻ ആണ്. ആരൊക്കെ കുറെ മാരേജ് നടക്കുന്ന കാരണത്താലേ ആ ഹാ ഹാ കൺഫ്യൂഷൻ. ഇതിന പിന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി പഠിക്കന്നെ ചെയ്തത്. ഇതിനകത്തെ ഈ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവരുടെ ഒരു ഫാമിലി ട്രീയുടെ ഒരു മാപ്പൊക്കെ കിട്ടും, ഒരു പിക്ചറൊക്കെ കിട്ടും. മുദ്രൻ ഹൈറ്റ്സിലെ ക്യാരക്ടേഴ്സിന്റെ ഒരു ഫാമിലി ട്രീ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? യൂട്യൂബിൽ നോക്കിയപ്പോ കണ്ടു മാം. യൂട്യൂബിലല്ല, ചുമ്മാ ചുമ്മാ നിങ്ങള് കണ്ടു. ഞാൻ വേണ്ടി നിങ്ങൾക്ക് ഒരെണ്ണം ഇട്ട് തരാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുവേ. അതിങ്ങനെ കുറെ രസമായിട്ട് കുറെ പടങ്ങളൊക്കെ വെച്ചിട്ട് അത് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ അത് ഒരെണ്ണം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഇത്രയും കോംപ്ലിക്കേഷൻസ് വരില്ല. ഓക്കെ. ഓക്കെ. അടുത്തത് ആനിമൽ ഫാം ആണ്, ജോർജ് ഓർവെലിന്റെ. 1945 ആനിമൽ ഫാം ജോർജ് ഓർവെൽ പബ്ലിഷ് ചെയ്യുന്നത്. ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആണ്, ഒരു അലഗറി ആണ്, ഡിസറ്റോപ്പിയൻ ഫിക്ഷൻ ആണ്. നമ്മുടെ എന്താണോ തോമസ് മോർ ഉട്ടോപ്പിയയിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൊസൈറ്റി ആണ് ആനിമൽ ഫാമിൽ നമുക്ക് കാണുന്നത്. ഇത് ശരിക്കും ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആണ്. ഒരു ഇംഗ്ലണ്ടിലെ ഒരു ഫിക്ഷണൽ ഫാമിലാണ് ഇതിന്റെ സെറ്റിംഗ് വരുന്നത്. നമ്മൾ അന്നത്തെ റഷ്യൻ റെവല്യൂഷനും റൈസ് ഓഫ് സ്റ്റാലിനിസവും അന്നത്തെ ഒരു പൊളിറ്റിക്സിൽ നന്നായി മോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആനിമൽസിൽ വെച്ചിട്ട് കാണിക്കുകയാണ് ഹൗ പവർ കറപ്റ്റ്സ് പീപ്പിൾ. അധികാരം കിട്ടുമ്പോൾ ആളുകൾ എങ്ങനെ കറപ്റ്റഡ് ആകുന്നു, അതാണ് ഇന്നത്തെ വരുന്നത്. ഇന്നത്തെ പ്ലോട്ടിന്റെ ഒരു ഓവറോൾ സമ്മറി തന്നെ അതാ. കുറെ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നു. നമ്മൾ കാണുന്ന ഓൾഡ് മേജർ ആണെങ്കിലും നെപ്പോളിയൻ ആണെങ്കിലും സ്നോബോൾ ആണെങ്കിലും ബോക്സർ ആണെങ്കിലും ഇവരെല്ലാം തന്നെ ആദ്യമേ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും പക്ഷെ പിന്നീട് ഓരോരുത്തർക്ക് അധികാരം കിട്ടി വരുമ്പോൾ അവരെല്ലാം പവർ മൂലം കറപ്റ്റഡ് ആയിട്ട് മാറുകയാണ്. അവിടെ പറയുന്നുണ്ട് ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. അവരെല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. ബട്ട് ഇൻ എ വേ ഓർ അനദർ വേ സം ഓഫ് ദി ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. അത് എപ്പോഴും അങ്ങനെയായി മാറുന്നത്? എപ്പോഴും അങ്ങനെയായി മാറുന്നത്? ഉം? എന്താ ചോദിച്ചത്? അതായത് ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. ഇതാണല്ലോ ഇതിനകത്തെ ഒരു ഫൈനൽ കമന്റ്മെന്റ് നമുക്ക് പറയുന്നത്. എങ്ങനെയാണ് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലാസ്റ്റിലല്ലേ ഇത് പറയുന്നത്? അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? എന്താ പറയാനുള്ള കാരണം? പവർ വന്നപ്പോ ചില ആൾക്കാർക്ക് വ്യത്യസ്തത വന്നോണ്ടല്ലേ. ഒരു മിനിറ്റ്. അതെ മാം, പവർ വന്നതുകൊണ്ട്.
പറഞ്ഞുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ കേസിന്റെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ചോദിച്ചത് ഇതിനകത്ത് ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. നിങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഈ സിറ്റുവേഷൻ തന്നെ ആലോചിച്ച് നോക്കിയേ. ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ. അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. പക്ഷേ സം ഹ്യൂമൻ ബീങ്സ് ആർ ഗെറ്റിംഗ് മോർ പ്രിവിലേജ് ദാൻ അതർ പീപ്പിൾ. അതാരൊക്കെയാണ്? ആ പ്രിവിലേജ് കിട്ടുന്ന കാറ്റഗറി ആരാണ്? ആ പ്രിവിലേജ് കിട്ടുന്നവരുടെ കയ്യിൽ എന്താ ഉള്ളത്? പവറാണ്. പവറാണ്. അത് തന്നെയാണ് ഈ നോവലിൽ ഈ ഒരു പവർ. പൊളിറ്റിക്കൽ സെറ്റാറിലും അത് തന്നെയാ പറയുന്നത്. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഇതിനകത്തെ ആനിമൽസ് യൂസ് ചെയ്തിട്ട് അവർ കാണിക്കുന്നത് അത് തന്നെയാ. പവർ കിട്ടിക്കഴിയുമ്പോൾ വരുന്ന കറക്ഷന്, അതുപോലെ പ്രൊപ്പഗാൻഡ. കുറെ പ്രൊപ്പഗാൻഡ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അതെങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ചില ഐഡിയൽസ് കൊണ്ടുപോയിട്ട് നമ്മളെങ്ങനെ ചതിക്കപ്പെടുന്നു. ക്ലാസ് സ്ട്രഗിൾ വരുന്നത് തന്നെ എന്തുകൊണ്ടാ? ക്ലാസ് നമ്മുടെ സൊസൈറ്റിയിൽ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അതെപ്പോഴാ സ്ട്രഗിൾ സിറ്റുവേഷൻസ് ആയിട്ട് മാറുന്നത്? അപ്പർ ക്ലാസ് അവർക്ക് കിട്ടുന്ന പ്രിവിലേജും പവറും യൂസ് ചെയ്യുമ്പോഴാണ് അത് സ്ട്രഗിൾ ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് വയലൻസും ടിറണിയും പ്രോബ്ലംസും എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ക്ലിയർ? ഈ നോവല് ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിലും ഇറ്റ് ഹാസ് ഇറ്റ്സ് റെലവൻസ്. നമുക്ക് എപ്പോഴും നമ്മൾ നിൽക്കുന്ന ഏത് സൊസൈറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം. ഓക്കെ, അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഓൾഡ് മാൻ ആൻഡ് സീ ബൈ ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ് ഓതർ. 1952 ഇത് വരുന്നത്. ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് നോവെല്ലയാണ്. നോവെല്ല എന്താ? നോവെല്ല മീൻസ് ഇറ്റ് ഇസ് ലോങ്ങർ ദാൻ എ ഷോർട്ട് സ്റ്റോറി ആൻഡ് ലെസർ ദാൻ നോവൽ. നോവലിനേക്കാൾ ചെറുകഥയേക്കാൾ വലുതുമാണ് നോവല്ല. ഇൻ ബിറ്റ്വീൻ ഷോർട്ട് സ്റ്റോറി ആൻഡ് നോവൽ. നോവലിന് ഷോർട്ട് സ്റ്റോറിക്കും ഇടയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് നോവല്ല എന്ന് പറയുന്നത്. ഇതും ഒരു അലിഗറിയാണ്, ഒരു സീ അഡ്വഞ്ചർ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഒരു വർക്കും കൂടിയാണ്. ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ക്യൂബൻ ഫിഷിംഗ് വില്ലേജ് ആണ്. ഇതിനകത്ത് സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു ഓൾഡ് ഫിഷർമാന് ഏകദേശം 84 ദിവസമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഫിഷസ് ഒന്നും കിട്ടുന്നില്ല. ഹി ഈസ് സീൻ ആസ് എ സാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺലക്കി, ഒരു നിർഭാഗ്യം കെട്ടവൻ എന്ന് പറയാണ്. അങ്ങനെ ഒരു സ്ട്രഗിള് ബിഗിൻ ചെയ്യുവാണ്. അദ്ദേഹത്തിന്റെ 85ാമത്തെ ദിവസം ഒരു 84 ഡേയ്സ് ആയിട്ട് അദ്ദേഹത്തിന് ഫിഷസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ 85ാം ദിവസം ഹി വെന്റ് ഫോർ എ സീയിലേക്ക് പോകുവാണ്. ആൻഡ് ഹൂക്സ് ജെയിംസ് മാർലിൻ. ആക്ച്വലി മാർലിൻ എന്ന് പറയുന്ന ഒരു വലിയ മീനെ അദ്ദേഹം ഹുക്ക് ചെയ്യാണ്. ഈ ഒരു മീനുമായിട്ടുള്ള മൽപ്പിടുത്തം ഏകദേശം 3 പകലും രാത്രിയും കടന്നുപോയി. ഫിസിക്കലിയും സ്പിരിച്വലിയും ഫിസിക്കലിയും മെന്റലിയും ഒക്കെ നല്ല രീതിക്ക് സാന്റിയാഗോ വൂണ്ടഡ് ആവുന്നുണ്ട്. പക്ഷെ ഓൺ എസ് തേർഡ് ഡേ, 3ാമത്തെ ദിവസം, ഹി കിൽസ് എ മാർലിൻ വിത്ത് എ ഹാർപൂൺ. അതിന്റെ കയ്യിലുള്ള ഈ മീനൊക്കെ കൊത്തുന്ന ഒരു ആയുധം ഉപയോഗിച്ച് അദ്ദേഹം മാർലിനെ കില്ല് ചെയ്യാണ്. ആൻഡ് ടൈസ് ഇറ്റ് ടു ദ ബോട്ട്. തന്റെ ബോട്ടിലേക്ക് അതിനെ കെട്ടുന്നു. പക്ഷെ ഈ മാർലിനെ കുത്തിയ ആ ചോര വെച്ചിട്ട് ഈ ചോര ഷാർക്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഷാർക്കുമായിട്ടൊക്കെ ഒരു മൽപ്പിടുത്തം കഴിഞ്ഞ് ഇദ്ദേഹം വീട്ടിലെത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ സ്കെൽറ്റൻ മാത്രമേ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്നും ആരും പോകാനൊന്നും തയ്യാറാവുന്നില്ല. കാരണം എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് ഹി ഇസ് എ വെരി അൺലക്കി പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്ന സമയത്ത് സാന്റിയാഗോ ഡ്രീംസ് ഓഫ് എ ലയൺ ഓൺ ആൻ ആഫ്രിക്കൻ ബീച്ച്. അതായത് ഒരു ലയണൊക്കെ കാണിച്ചുകൊണ്ട് എൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പ്രത്യാശയിലായി നോവൽ എൻഡ് ചെയ്യുന്നത്. സിമ്പിൾ ഓഫ് യൂത്ത്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ്. അത് നമുക്ക് നല്ല രീതിക്കുള്ള കേൾക്കാലുള്ള നിങ്ങൾക്ക് ഇടയ്ക്ക് നെറ്റ് ഒന്ന് ലോസ്റ്റ് ആയിരുന്നു. കേൾക്കാലുള്ള നിങ്ങൾക്ക്
കേൾക്കാം. ഓക്കെ ഓക്കെ ഈ നോവൽ explain. ഓക്കെ ഈ നോവൽ എൻഡ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിക്കുള്ള കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിഫീറ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സാന്റിയാഗോ, മനോളിൻ, മാർലിൻ, ഷാർട്ട്, ജോയ് ഡി മാജിഗോ. സാന്റിയാഗോയുടെ ഹീറോ ആണ് ഈ ജോയ് ഡി മാജിഗോ. ഇതിന്റെയും ഞാൻ സമ്മറി കൊടുത്തിട്ടുണ്ട്. അടുത്തത് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ബൈ ശശി ദേശ്പാണ്ഡെ. ഇതിനകത്ത് ഇന്ദു എന്ന് പറയുന്ന ഒരു യങ് വുമൺ ആണ് ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ്. ഇന്ദു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ എൻറ്റയർ സ്റ്റോറി നടക്കുന്നത്. ഇന്ദു എന്ന് പറയുന്ന വുമൺ who returns to the ancestral home after a long absence. അവൾ അവളുടെ ആൻസിസ്ട്രൽ ഹോമിലേക്ക് തിരിച്ചെത്തുവാണ് ഒരു വലിയ യാത്രയ്ക്ക് ശേഷം. അവളുടെ മനസ്സിലുണ്ടാകുന്ന കുറെ ഇന്നർ കോൺഫ്ലിക്റ്റും ഇന്ററാക്ഷൻസും അതൊക്കെയാണ് ഈ നോവൽ എക്സ്പ്ലോർ ചെയ്യുന്ന പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത്. മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ദു ആണ്. ഒരു എഡ്യൂക്കേറ്റഡ് മോഡേൺ ഒരു വുമൺ ആണ് ആൻഡ് ഔട്ട്വേർഡ്ലി ഹാപ്പിയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഷീ ഇസ് വെരി ഹാപ്പി, പക്ഷെ ഇൻവേർഡ്ലി അവൾ ഇമോഷണലി കുറച്ചും കൂടെ ട്രബിൾ അനുഭവിക്കുന്ന ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇതാണ്. ആൻഡ് ഈ ബിഗിനിങ്ങിൽ ഷി വർക്ക്സ് ആസ് എ ജേർണലിസ്റ്റ് ആണ്, പക്ഷെ അവൾക്ക് ആഗ്രഹം എന്ന് പറയുന്നത് ഷി വാണ്ട്സ് ടു ബിക്കം എ നോവലിസ്റ്റ് ആണ്. അവൾ എവിടെയൊക്കെ കൺവെൻഷണൽ ഡ്യൂട്ടീസ് ആൻഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹൗസ് വൈഫ് അവിടെ അവൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു 29 വർഷങ്ങൾ സോറി അറ്റ് ദ ഏജ് ഓഫ് 29 ഹി കംസ് ബാക്ക് ടു ഹർ ഓൺ അക്ക. അവൾ തിരിച്ചെത്തുകയാണ്. എൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ വരുന്ന എല്ലാ ഇമോഷൻസും അല്ലെങ്കിൽ അവളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളെല്ലാം ഷി കൺഫസ് ഈവൻ ഹർ അഫയേഴ്സ് ടു ഹർ ഹസ്ബൻഡ്. അവൾ അവളുടെ അഫയേഴ്സ് പോലും ഹസ്ബൻഡ് ജൈന്തമായിട്ട് അവള് കൺഫസ് ചെയ്യുവാണ്. അതിലൂടെ അവൾ ആഗ്രഹിക്കുന്നത് ഷി നീഡ്സ് എ സെൽഫ് ലിബറേഷൻ. അവള് സത്യങ്ങളെല്ലാം പറഞ്ഞു. നോ മാറ്റർ ദ ഔട്ട്കം, വാട്ട് ഈസ് ദ ഔട്ട്കം, അവൾ അതിന്റെ എൻഡ് റിസൾട്ട് ഒന്നും ആലോചിക്കുന്നില്ല. അവൾക്ക് വേണ്ടത് ലിബറേഷൻ. അതിനു വേണ്ടി അവൾ ട്രൂത്ത് എല്ലാം പറഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞ് ഇരിക്കുകയാണ്. ഒരു എൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയലൈസേഷനോട് കൂടിയിട്ടുള്ള എൻഡിങ് ആണ് ഈ റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന നോവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഗോ സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്. ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് അരുന്ധതി റോയുടെ. പോസ്റ്റ് കൊളോണിയൽ എലമെന്റ്സും ഫെമിനിസ്റ്റ് ഫിക്ഷൻ ആസ്പെക്ട്സിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ പറയാ ബുക്കർ പ്രൈസ് വിന്നിംഗ് ആയിട്ടുള്ള നോവലാണ് ഈ പറയുന്ന ഗോ സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്. നമ്മുടെ സ്വന്തം കോട്ടയം അയമീനം ഒക്കെയാണ് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഫ്രാറ്റേണൽ ട്വിൻസ് ആയിട്ടുള്ള റാഹേലിന്റെയും എസ്തയുടെയും കഥ പറയുന്ന ഒരു സിറിയൻ ക്രിസ്ത്യൻ ഫാമിലി, ഒരു കേരളത്തിലെ പക്ക കോട്ടയം അച്ചായന്മാരുടെ കഥ പറയുന്ന ഒരു പ്ലോട്ടാണ് ഈ പറയുന്ന ഗോ സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോട്ടയം അച്ചായൻ സ്ലൈഡിലുള്ള കഥ പറയുന്നതിനകത്ത് കാസ്റ്റ് ഓപ്പറേഷൻസ്, ഫാമിലി സീക്രറ്റ്സ്, അന്നത്തെ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് റൈസ്, അങ്ങനത്തെ കാര്യങ്ങളെ എല്ലാം പറയുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എൻഡിങ് ഒക്കെയുള്ള വെരി ബ്യൂട്ടിഫുൾ നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്. മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റാഹേൽ എസ്ത ട്വിൻസ് ആണ്. അവരുടെ അമ്മുവിന്റെ ബ്രദർ ആയിട്ടുള്ള ചാക്കോ, അവരുടെ ഗ്രാൻഡ് മദർ മാമാച്ചി, അവരുടെ ഏറ്റവും മുതിർന്ന ഓൺ ബേബി കൊച്ചമ്മ, പിന്നെ അവരുടെ വീട്ടിലെ കാർപ്പൻറ്റർ ആയിട്ടുള്ള ലോവർ കാസ്റ്റ് ആയിട്ടുള്ള വെളുതയായിട്ട് അമ്മുവിന് റിലേഷൻഷിപ്പ് ഉണ്ട്. ചാക്കോയുടെ മാർഗരറ്റിന്റെയും മകളായിട്ടുള്ള സോഫി മോളി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. പിന്നെ ഇവരുടെ ഇടയിൽ കിടന്നു വരുന്ന ഒരു ഓറഞ്ച് ഡ്രിങ്ക് മാനും ഒരു ലെമൺ ഡ്രിങ്ക് മാനും. ഇതിന്റെ കീ ഇവന്റ്സ് എന്ന് പറയുവാണെങ്കിൽ പഴയ കാലത്തെ കീ ഇവന്റ്സിൽ ഈ എസ്തയും റാഹേലും ഇങ്ങോട്ടേക്ക് വരുന്നു. അവർ സിനിമ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു തിയേറ്ററിൽ വെച്ചിട്ട് എസ്ത മൊളസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അമ്മുവിന് ദ മദർ ഓഫ് ദ ട്വിൻസ് ഷി ഹാസ് ഇല്ലിസിറ്റ് ലവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെളുത. പിന്നെ ഒരു രാത്രി ഈ സോഫി മോളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് സോഫി ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട്. വെളുതയാണ് അതിനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് റോങ്ലി അക്യൂസ്. പോലീസ് അവനെ കൊണ്ടുപോയി ചതച്ച് ഇടിച്ച് അവനെ കൊല്ലുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം അറിഞ്ഞതിന് ശേഷം അമ്മു അവിടെ നിന്ന് പോകുന്നു. റാഹേലിനെ അമ്മ കൂടെ കൂട്ടുന്നു. എസ്തേനെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് മടക്കി അയക്കുന്നു. പിന്നെ കാണുന്നത് 23 വർഷങ്ങൾക്ക് ശേഷമാണ്. റാഹേൽ അയൽവീട്ടിലേക്ക് വരികയാണ്. ആൻഡ് അവരുടെ ഒരു
ആൻസെസ്ട്രൽ ഹോമിൽ വെച്ചിട്ട് ഈ ട്വിൻസ് റീയുണൈറ്റ് ചെയ്യപ്പെടുവാണ്. ആൻഡ് ഇവരുടെ ഒരു ബോണ്ട് റീഅഫേം ചെയ്യാനായിട്ട് ആക്ച്വലി ദേ ആർ റീയുണൈറ്റിംഗ് ഇൻ എവറി ആസ്പെക്ട്. എല്ലാ രീതിക്കും അവർ വീണ്ടും ഒന്നാകുകയാണ്. അങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മുടെ പെക്കോള വീറ്റ്ലാൻഡിന്റെ നമ്മുടെ കഥ പറയുന്ന ബ്ലൂവസ്റ്റ് ആയി ലൊറൈൻ ഒഹിയോയിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. എന്താ പറയാ, സൗന്ദര്യം സൗന്ദര്യം അല്ലെങ്കിൽ ഈ ബ്ലാക്ക് വുമൻസ് ഒക്കെ അനുഭവിക്കുന്ന കുറെ ഇഷ്യൂസ് ഇല്ലേ? ആഹ് എന്താ നമ്മളിന്ന് പറയാളെ, എന്താ പറയാ, വളരെ ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, കാണാൻ ഭംഗിയില്ല എന്ന് അവൾ വിശ്വസിക്കുന്ന പെക്കോള എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ കഥ പറയുന്ന രീതിയാണിത്. ആക്ച്വലി 4 ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 സീസണിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. ഓട്ടം ടു സമ്മർ, റെസ്റ്റ് ടു ഐസി ബ്ലൂ. അതായത് 4 സീസൺസിനെ റെപ്രസെന്റ് ചെയ്യുന്ന 4 ചാപ്റ്റേഴ്സിലൂടെ പറയുന്നത് കളർ ഗ്രേഡിയൻസ്, നോവലിൽ പറയുന്ന കളർ ഗ്രേഡിയൻസ് എല്ലാം തന്നെ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കുവാണെങ്കിൽ ഇതിന്റെ സ്റ്റോറിയിൽ തന്നെ എല്ലാ രീതിക്കും പറയുന്നത് അവളുടെ ആ ഒരു ഇമോഷണൽ വിഷമങ്ങളും, അവളെ നെഗ്ലക്ട് ചെയ്യപ്പെടുന്നതും, അവൾ അബ്യൂസ് ചെയ്യപ്പെടുന്നതും, റേപ്പ് ചെയ്യപ്പെടുന്നതും, അവൾ വിശ്വസിക്കുന്നത് ബ്ലൂ ഐസ് ഉണ്ടെങ്കിൽ ഷി വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ അവളുടെ ലൈഫിൽ മൊത്തം ട്രോമാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്ന വർക്ക്സ്. ഇതിൽ ഓൾഡ് മാൻ ഇൻ ദ സീ, ബ്ലൂ വെസ്റ്റ് ആയി, അതുപോലെ റൂട്ട്സ് ആൻഡ് ഷാഡോസ് ആൻഡ് ഗോഡ് ഓഫ് എ സ്മോൾ തിങ്സ്. നാളെയാണ് എക്സാം. ബാക്കി എക്സാംസ് എല്ലാം കഴിഞ്ഞതാണ്. ആണോ? ആണോ? യെസ്, കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അച്ഛനെ മിണ്ടൂല കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചുമ്മാ ചോദിക്കാം, കിട്ടുമോ നോക്കാന്നേ. ഞാൻ ഫോണിൽ കൂടെ വഴക്കൊന്നും പറയാൻ പോകുന്നില്ലല്ലോ. According to Foster, what is a called virtue? According to Foster, what is a called virtue? Patience, tolerance, justice, kindness. എന്താ? പേഷ്യൻസ്, ടോളറൻസ്. ഓ, ആ എസ്സയുടെ പേര് തന്നെ Tolerance. ടോളറൻസ് എന്നല്ലേ? ആ എസ്സയുടെ പേര് തന്നെ ടോളറൻസ് എന്നല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഏതാ ചോദിക്കാം? Who is baby Kochama in God of a Small Things? Ammu's sister, Esther and Rahel's grand aunt, Veluda's mother, Sophimol's mother. ആരാ? എസ്തയുടെയും റാഹേലിന്റെയും ഗ്രാൻഡ് ഓണ്ട് ആണ്. ഓക്കെ. ഹു ഇസ് സോഫിമോൾസ് മദർ? ബേബി കൊച്ചമ്മ, മാർഗരറ്റ് കൊച്ചമ്മ, അമ്മു, മമ്മാച്ചി. മാർഗരറ്റ് കൊച്ചമ്മ. മാർഗരറ്റ് കൊച്ചമ്മ. What occupation does Veluda have? Cook, tailor, carpenter, farmer. Carpenter. Okay. നാളെയല്ലേ ഈ പോർഷൻസിന്റെ പരീക്ഷ പറഞ്ഞിട്ടുള്ളത്? നാളെയല്ലേ നമ്മള് മറ്റേ ഒരു 29-ാം തീയതിയിലത്തെ 19-ാം തീയതി 29-ാം തീയതിയിലത്തെ എക്സാംസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തില്ലേ? അപ്പൊ നാളെയാണ്
ഉം. 24-ാം തീയതി പറഞ്ഞിരിക്കുന്ന എക്സാംസ്, അതായത് 9, 10, 11, 12 നമ്മുടെ ഓൾഡ് മാൻ ആൻഡ് ദി സീ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, റൂട്ട്സ് ആൻഡ് ഷാഡോസ്, ബ്ലൂ സ്കൈ, ഈ 4 എക്സാം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. 24-നായിരിക്കും 19-ാം തീയതി പറഞ്ഞിട്ടുള്ള പോർഷൻസിന്റെ എക്സാം വരുന്നത് കേട്ടോ. അപ്പൊ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ പേഴ്സണലി എന്തെങ്കിലും ഹെൽപ്പോ വേണമെങ്കിൽ ചോദിക്കാൻ മറക്കല്ലേ. നിങ്ങൾ എന്ത് റിക്വസ്റ്റ് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. എന്നെ കൊണ്ട് പറ്റാവുന്ന എന്ത് ഹെൽപ്പാണെങ്കിലും ഞാൻ ചെയ്തു തരാം. ഓക്കെ ഓക്കെ. ഓക്കെ അപ്പൊ താങ്ക് യു. താങ്ക് യു.